ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്നതാണ്. അതും അളവ് ബ്ലൗസിൽ നിന്നും നമ്മൾ അളവെടുത്ത് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് മെറ്റീരിയലിനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടാം. അതിനുശേഷം ബാക്ക് പാർട്ട് കറക്റ്റിന് വരാൻ പാകത്തിന് ഇതുപോലെ മടക്കി ഇടുക. ബ്ലൗസ് നമ്മൾ ബാക്ക് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. മുകളിൽ തയ്യൽ തുമ്പ് ഇടണം. അതിനുശേഷം വേണം താഴേക്ക് വയ്ക്കാനായിട്ട്. ബ്ലൗസ് ഒട്ടും സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതുപോലെ കറക്റ്റ് ലെവലിലിട്ടിട്ട് നമുക്കൊന്ന് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് ഷോൾഡർ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബ്രസ്റ്റ് അളവ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാൻ ഈ ബ്ലൗസിനെക്കാട്ടും 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് ബ്രസ്റ്റ് അളവ് ഇവിടെ എടുക്കുന്നത്. ഇതുപോലെ കറക്റ്റ് ബ്രസ്റ്റിൽ തന്നെ നമുക്കിതുപോലെ വെച്ച് ബ്രസ്റ്റ് അളവ് എടുക്കാം. 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അളവ് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്ലോയിൽ കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ ഷേപ്പിൻ്റെ അവിടെയും നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇതുപോലെ ഇത് രണ്ടളവും അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്താം. കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് കൈക്കുഴിയുടെ സെൻറ്റർ ഭാഗം എവിടെയാണോ ഇവിടെ നമുക്ക് ഇതുപോലെ വരച്ച് കൊടുക്കാം. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. ഒട്ടും അറിയാത്തവർക്ക് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കൈക്കുഴിയും വരച്ച് കൊടുക്കുക. അതിനുശേഷം നെക്കും നമുക്കിവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ബാക്ക് നെക്കാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ബാക്ക് ഭാഗമാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. ബാക്ക് കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യുള്ളൂ. ഫ്രണ്ടിൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പ്രത്യേകതകളുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ടക്ക് ഇടാനും താഴെ ഒരു കട്ടിങ്ങും അതും എല്ലാം ഉണ്ട് നമുക്ക്. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ലെങ്തും അടയാളപ്പെടുത്തി കൊടുത്ത് അവിടെയും നമുക്കിതുപോലെ വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്ത് അവിടെ നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം. ലെങ്തും ഞാൻ 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് അവർക്ക് ലെങ്ത് വേണ്ടത്. അതുകൊണ്ട് ലെങ്ത് നമ്മൾ 1 ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഫുള്ള് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമുക്കിനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനുള്ളത്. നെക്ക് മലന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ചെറുതായിട്ട് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മെറ്റീരിയലിൻ്റെ ഒന്ന് തിരിച്ചിടാം. മറുഭാഗം ഇതുപോലെ ഇടാം. എന്ന് വെച്ചാൽ നമ്മൾ ആ ഓപ്പണിങ് വരുന്ന ഭാഗമാണ് ഇനി കട്ട് ചെയ്യാൻ പോണത്. നമുക്ക് ഫ്രണ്ടിൽ ഓപ്പണിങ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മെറ്റീരിയൽ വെക്കുക. ബാക്ക് പാർട്ട് ഇതുപോലെ എടുത്ത് വെക്കുക ഇതിൻ്റെ മുകളിലേക്ക്. അതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കറക്റ്റ് അളവിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ആ ഓപ്പണിങ് വരുന്ന ഭാഗത്താണ് നമ്മൾ ബാക്ക് പാർട്ട് വെച്ച് കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം അളവ് ബ്ലൗസ് എടുത്തിട്ട് ഫ്രണ്ട് പീസ് ഭാഗം എടുത്തിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ടക്കിട്ട ഭാഗം വരെ, താഴെ ടക്കുണ്ട് അവിടം വരെ നമ്മൾ ഇതുപോലെ അളവെടുക്കുക. അതിനുശേഷം നമുക്കിവിടെ അളവ് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ തന്നെ മുകളിൽ ഞാൻ വെച്ച മെറ്റീരിയലിൽ അവിടെ നിന്നും ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴേക്ക് നമുക്കിതുപോലെ എത്രയാണോ കിട്ടിയത് അതിനെക്കാട്ടും ഒരു 1.5 ഇഞ്ച് കൂട്ടിയിട്ട് വേണം എടുക്കാൻ. 1.5 ഇഞ്ചെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ച് കൂട്ടിയാണ് ബ്ലൗസ് കട്ട് ചെയ്യുന്നത്. പിന്നെ 1/2 ഇഞ്ച് തയ്യത്തുമ്പോൾ അങ്ങനെ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ എടുക്കുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട് പാർട്ടിലും എക്സ്ട്രാ ഒരു 2 ഇഞ്ചോളം നമ്മൾ ഷേപ്പും ചെയ്യുന്നുണ്ട്. ഷേപ്പിൻ്റെ അവിടെ നമ്മൾ വിഡ്ത്ത് നമ്മൾ ഒരു 2 ഇഞ്ചോളം കൂട്ടിയിട്ടിടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് പാർട്ടിൽ കുറച്ച് ടക്കിട്ടെടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2 ഇഞ്ച് കൂട്ടിയിട്ടെടുക്കുന്നത് ഫ്രണ്ട് പാർട്ട്. അപ്പം കൈക്കുഴിയും നെക്കും നമുക്കിതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡറും കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞോട്ട് വിഡ്ത്ത് നമ്മൾ ഇച്ചിരി കൂട്ടിയിട്ടെടുക്കണം. ഫ്രണ്ട് പാർട്ടിൻ്റെ ഇതുപോലെ വിഡ്ത്ത് നമുക്കൊന്ന് വരച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അടുത്ത അളവ് എന്നാന്ന് വെച്ചാൽ നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്നും താഴേക്ക് ഒരു 4.5 അല്ലെ 5 ഇഞ്ച് നമ്മളിതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ അളവ് നമ്മൾ ബ്ലൗസിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ബ്ലൗസ് എടുത്തതിന് ശേഷം നെക്കിൻ്റെ അവിടെ നിന്നും ആ പട്ട വരെയുള്ള അളവ് നോക്കാം. അവിടം വരെ നമുക്കിവിടെ
3 കിട്ടിയേക്കുന്നത്. അതിനുശേഷം നമുക്ക് അര ഇഞ്ച് വീതം എക്സ്ട്രാ നെക്കിൻ്റെ അവിടെയും താഴെയും തയ്യൽ തുമ്പ് പോണത് കൊണ്ട് അര ഇഞ്ചും മുകളിലും താഴെ എടുത്ത് 1 ഇഞ്ച് എക്സ്ട്രാ വരും. പിന്നെ നമുക്കൊരു ടക്കുണ്ട് സെൻറ്റർ ഭാഗത്ത്, അതിൻ്റെ ഒരു അര ഇഞ്ച് കൂടിയിട്ട് 1.5 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമുക്കിവിടെ എടുക്കുന്നത്. അതാണ് 4.5 5 എടുക്കാൻ പറഞ്ഞത്. അതിനുശേഷം നമുക്കിതുപോലെ വരച്ച് കൊടുക്കാം. ആ ഷേപ്പിൻ്റെ ഭാഗത്തും നമ്മൾ ഒരു അര ഇഞ്ച് മുകളിലേക്ക് കൂട്ടിയിട്ടാണ് ഇതുപോലെ വരച്ച് കൊടുത്തത്. നമുക്കിനി ടക്കാണ് അടയാളപ്പെടുത്തി കൊടുക്കാനുള്ളത്. അത് എങ്ങനെയാണ് അളവ് ബ്ലൗസിൽ നിന്ന് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. മുകളിൽ നിന്നും താഴേക്ക് നമുക്ക് ടക്ക് വരുന്നത് 10 ഇഞ്ചാണ് ഇവിടെ അളവ് ബ്ലൗസിൽ. പിന്നീട് ആ കൊളുത്ത് വരുന്ന ഭാഗത്തു നിന്ന് നേരെ നമ്മൾ അളവെടുത്ത് നോക്കണം. അവിടെ നിന്ന് അളവെടുത്ത് നോക്കുമ്പോൾ 3 ഇഞ്ചാണ് കിട്ടുന്നത്. അതാണ് നമുക്കിനി ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാനുള്ളത്. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ 3 ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ 10 അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ ടക്കാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ഈ ടക്കിനനുസരിച്ചാണ് മറ്റ് 2 ടക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് അടയാളപ്പെടുത്തുന്നതേ ഉള്ളൂ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. ഇതുപോലെ ഇവിടെ സെൻറ്റർ ഭാഗത്ത് നമുക്കിതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതുപോലെ ഇവിടെയും നമുക്ക് ടക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. ഇവിടെ 1.5 ഇഞ്ച് ഡിസ്റ്റൻസ് വരാൻ, 2 ടക്കിൻ്റെ ഇടയിലായിട്ട് 1.5 ഇഞ്ച് വരാൻ പാകത്തിന് വേണം നമ്മളിവിടെ വരച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ 1.5 ഇഞ്ച് ഡിസ്റ്റൻസ് വരാൻ പാകത്തിന് നമുക്കിവിടെ വരച്ചു കൊടുക്കാം. അതിനുശേഷം കൈക്കുട്ടിയുടെ അവിടുത്തെ ടക്കിടുന്നതിന് നമുക്കിതുപോലെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്ക് താഴത്തെ ടക്കിടുന്നതനുസരിച്ചാണ് 2 കൈക്കുഴിയുടെ അവിടുത്തെ നെഞ്ഞിയുടെ ഭാഗത്തെ ഉള്ള ടക്കുകൾ ഇടുന്നത്. താഴത്തെ ടക്ക് നമ്മൾ ഇച്ചിരി കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. ഒരു 1-1.5 ഇഞ്ച് കൂട്ടിയിട്ടാണ് ടക്ക് ഇടുന്നത്. താഴ്ഭാഗത്തെ ടക്കാണ് നമ്മൾ ആദ്യം ഇടുന്നത്. അത് 1-1.5 ഇഞ്ചൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ അളവ് ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് ചെയ്യും. അതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ കട്ടിങ്ങിൻ്റെ വീഡിയോ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് 3 സൈഡും ഇതൊരു 1/4 ഇഞ്ച് വീതം മതി അപ്പുറം ഇപ്പുറം അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. കൈക്കുഴിയുടേത് നമ്മളൊരു 1/4 ഇഞ്ച് മതി. താഴത്തെ മാത്രമാണ് ഇച്ചിരി കൂട്ടിയിട്ട് നമ്മൾ അടിക്കുന്നത്. ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. കൈക്കുഴിയുടെ ഭാഗവും നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ 1/4 ഇഞ്ച് അപ്പുറം ഇപ്പുറം. അതിനുശേഷം നമ്മൾ ആ മുകളിലെ ജോയിൻറ്റിലേക്ക് കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിപ്പോവോ ഒന്നുമില്ല. ഇതുപോലെ 2 പാർട്സ് നമ്മൾ അളന്നെടുക്കണം. ഫ്രണ്ടിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. മറു സൈഡ് നമുക്കിതുപോലെ തന്നെ അളന്നെടുത്ത് അടയാളപ്പെടുത്തണം. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്ത വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ആയിരിക്കും ഞാൻ ഇടുന്നത്. ഇപ്പോൾ കട്ടിങ് വീഡിയോ മാത്രമാണ് ഞാനിവിടെ ഇടുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിലെ ആ പടി, പിന്നെ ഫ്രണ്ടിലുള്ള ആ പടിയാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. അതിന് അളവ് ബ്ലൗസ് എടുത്തതിന് അതിൻ്റെ വീതി എത്ര ആണോ എന്ന് നമുക്ക് അളന്ന് നോക്കാം. അതിനെക്കാട്ടി 1 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമുക്ക് എടുക്കാൻ. നമ്മളിവിടെ ബ്ലൗസ് 1 ഇഞ്ച് കൂട്ടിയിട്ടാണല്ലോ എടുക്കുന്നത്. അതിൻ്റെ വിഡ്ത്തും ലെങ്തും നമ്മൾ അളവെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് അളന്നു കൊടുക്കാം. നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് തുണിയാണിത്. അതുകൊണ്ട് മുകൾ ഭാഗം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് വരച്ചാൽ മാത്രം മതി. അവിടെ വേറെ അളവും കാര്യങ്ങളും ഒന്നും വേണ്ട. എന്നിട്ട് അതിൻ്റെ വിഡ്ത്ത് അളന്നെടുത്തിട്ട് പിന്നെ ലെങ്തും അളന്നെടുത്തിട്ട് ഇതുപോലെ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മുകൾ ഭാഗം ഒട്ടും കട്ട് ചെയ്യുന്നില്ല. മുകൾ ഭാഗം ചെറുതായിട്ട് കർവായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് തുണിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിനുശേഷം ഇതുപോലെ തന്നെ 3 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. 3 പീസായിട്ടാണ് ഒരു ഭാഗവും നമ്മൾ എടുക്കുന്നത്. ഒരു ഭാഗം 3ഉം പിന്നെ മറ്റേ ഭാഗം 3ഉം, അങ്ങനെ 6 എണ്ണം വേണം നമുക്ക്. 2 സൈഡിലും 3 വീതം 6 എണ്ണം വേണം. ഇച്ചിരി കട്ടിക്കിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 എണ്ണം എടുക്കുന്നത്. താഴ്ഭാഗം നമുക്ക് ബ്ലൗസിൻ്റെ താഴ്ഭാഗം കുറച്ച് കട്ടിക്കാണല്ലോ ഉള്ളത്. ആ രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ഭാഗം 3 എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ പീസ് എടുത്ത് വെച്ചിട്ടാണ് രണ്ടാമത് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അതിന് ഈ മെറ്റീരിയലിനെ 4ആയിട്ട് മടക്കിയിടുക. ബാലൻസ് വന്ന ആ മെറ്റീരിയൽ നമ്മളിതുപോലെ 4ആയിട്ട് മടക്കിയിടുകയാണ്. അതിനുശേഷം നമുക്ക് ബ്ലൗസ് എടുത്തിട്ട് സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നമുക്ക് അളന്ന് നോക്കാം. ഈ ബ്ലൗസിനെ കാട്ടി 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമുക്കിവിടെ സ്ലീവ് കട്ട് ചെയ്യാനുള്ളത്.
അത് 1 ഇഞ്ച് കൂടുതൽ വേണം. അതുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അളന്ന് നോക്കാം. ഇവിടെ കിട്ടിയതിനെക്കാട്ടി ഞാൻ 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ലെങ്ത് ഇവിടെ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. വിഡ്ത്തും ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടിലെ കൈക്കുഴി നമ്മളൊന്ന് വളച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്, കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ചുകൂടി, ഒരു 1/4 ഇഞ്ചോളം. അതുപോലെ തന്നെ കൈക്കുഴിയും സ്ലീവിൻ്റെ കൈക്കുഴിയും ഫ്രണ്ട് പാർട്ട് നമ്മളൊന്ന് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് വളച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഒന്ന് ഉള്ളിലേക്ക് ഒരു ഫ്രണ്ട് പാർട്ട് മാത്രം ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കാം. ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടിലെ കൈക്കുഴി കട്ട് ചെയ്യുന്ന ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിലാണ്. ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇനി അളവ് ബ്ലൗസ് എടുത്തതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ താഴത്തെ വിഡ്ത്ത് എത്രയാണോ അത് നമുക്കൊന്ന് അളന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് മെറ്റീരിയലിൽ ആ അളന്ന് എടുക്കാം. ഇതുപോലെ വെച്ച് നമുക്ക് എത്രയാണോ കിട്ടിയത് അതിവിടെ അടയാളപ്പെടുത്താം. ആ ബ്ലൗസിനെക്കാട്ടി 1 ഇഞ്ച് എക്സ്ട്രാ എല്ലാം വേണ്ടതുകൊണ്ട് നമ്മളിവിടെ സ്ലീവിൻ്റെ വിഡ്ത്തും 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ പോർഷനിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് തുടങ്ങാം. ഫുള്ള് സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത്. കൈക്കുഴിയുടെ ഭാഗം ഫ്രണ്ട് പാർട്ട് അതിന് ശേഷം മാത്രമേ നമ്മൾ ഫുൾ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിവർത്തിയിട്ടിട്ടാണ് ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഞാൻ ഈ പറയുന്ന എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളിതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് ഫുള്ള് മനസ്സിലാവും. പിന്നെ നിങ്ങളിതൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്ലീവ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ കുറച്ച് ഉള്ളിലേക്ക് 1/4 ഇഞ്ച് വളച്ച് വരച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതുകൊണ്ട് ഇതുപോലെ സ്ലീവ് നമ്മൾ നിവർത്തിയിടുക. അതിനുശേഷം അവിടെ മാത്രം ഫ്രണ്ട് പാർട്ട് മാത്രം നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയേ ഉള്ളൂ ബ്ലൗസിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.